സുമേഷിന്റെ അമ്മ? അതെ മോനെ, ഞാൻ ഏജന്റിനോട് ഒരു ജോലിക്കാര്യം പറഞ്ഞിരുന്നു. അവര് തന്ന അഡ്രസ്സാ. മോന്റെ വീടാന്ന് ഞാൻ അറിഞ്ഞില്ല. മോനൊന്നും വിചാരിക്കണ്ട, എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. അമ്മ, സുമേഷ് 10 കൊല്ലം ഗൾഫിലല്ലായിരുന്നോ? മാത്രമല്ല മരിക്കുന്നതിന് മുന്നേ അവനെല്ലാം ചെയ്തു വെച്ചിട്ടല്ലേ പോയത്. പിന്നെന്തിനാ അമ്മ ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നത്? അല്ല മോനെ, അവൻ പോയ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാ. അവന്റെ ഭാര്യ വരെ ജോലിക്ക് പോയ ഇപ്പൊ വീട് കഴിയേണ്ട വരുന്നത്. പിള്ളേരുടെ പഠിത്തവും ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഞാനും ജോലിക്ക് പോകേണ്ടി വന്നത്. അമ്മ, സുമേഷിനെ എനിക്ക് അറിയാവുന്നതാ. അവൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നതാ. ഇല്ല മോനെ, അവന്റെ കയ്യിൽ അത്ര കാശൊന്നും ഇല്ലായിരുന്നു. അല്ല അമ്മേ, NRIസിന് മാസം 1000 രൂപയ്ക്ക് താഴെ ടൈം ഇൻഷുറൻസ് എടുക്കാൻ വരുന്നുള്ളൂ. അതുമല്ല, ഞങ്ങളുടെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കമ്പനീസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും നല്ല പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വിദേശത്തു നിന്ന് എടുക്കുന്നതിനേക്കാൾ കുറവാണ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നത്. ഞാൻ അന്ന് തന്നെ ഇൻഷുറൻസ് എടുത്തായിരുന്നു. സുമേഷ് നാട്ടിൽ വരുമ്പോൾ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണല്ലോ എൻ്റെ അടുക്കൽ. പക്ഷെ അവനത് എടുത്തു കാണത്തില്ല മോനെ. ആണെങ്കിൽ അതിന്റെ കടലാസുകളൊക്കെ കാണണ്ടേ. അമ്മ അവന്റെ പെട്ടിയൊക്കെ ശരിക്കും നോക്കിയായിരുന്നു? പെട്ടിയൊക്കെ ഞാൻ നോക്കിയായിരുന്നു മോനെ, അതിലൊന്നുമില്ല. പക്ഷെ അവന്റെ കുറച്ച് ഫയലുകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കിയില്ല. എന്നാ അമ്മ അവന്റെ വൈഫിനെ വിളിച്ചിട്ട് ആ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ. ഫയലിൽ ഇല്ലെങ്കിൽ മെയിലിൽ കാണും. മെയിലിൽ ആ ഡോക്യുമെന്റ്സ് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. എൻ്റെ അറിവിൽ അവൻ 1-2 കോടിയുടെ പ്ലാൻ എങ്ങാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. 1000 രൂപയ്ക്ക് 2 കോടി രൂപയുടെ പ്ലാനോ? അമ്മ, ഇത് ടേം ഇൻഷുറൻസ് ആണ്. ഞങ്ങളുടെ ബയോയിലെ ലിങ്കിൽ എല്ലാ അതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ ഇതെല്ലാ പ്രവാസികളും എടുത്ത് വെക്കുന്നതാ. എപ്പോഴാ എന്താ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അമ്മ എന്തായാലും ഈ ജോലിക്ക് വരണ്ട. ശരി മോനെ, ഞാൻ അവളോട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. എന്തായാലും മോനെ കണ്ടത് വലിയ ഉപകാരമായി.